അപ്പോൾ ഹൾക്കൻസ് മാമിൻ്റെ വക എല്ലാവർക്കും ഈദ് മുബാറക്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ UAE കരാമയിൽ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ഫെസ്റ്റിവൽ കൂടണം എന്നുള്ളത് എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമാണ്. കാരണം ഈ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ എന്നെ കാണിച്ച് കൊതിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് മുമ്പ്. പക്ഷെ ഞാൻ ദുബായിൽ വന്ന സമയത്തൊന്നും എനിക്കിത് കൂടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ കൊല്ലം എനിക്കതിനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ അത്യാവശ്യം നല്ല ചോക്ലേറ്റ് ഐറ്റംസ്, ഇതിൻ്റെയൊക്കെ പേര് അന്ന് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഓർക്കണില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കരാമേലുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അതേപോലെ തന്നെ പിന്നെ പൈനാപ്പിള്, പിന്നെന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചാച്ച മുട്ട കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വിടയില്ലല്ലോ, അങ്ങനെ മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വാറിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം തന്നെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ മുമ്പ് ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് പാർക്കിങ്ങിന് പോലും സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും വരാൻ പറ്റിയത്. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്കും യുദ്ധമൊക്കെ കാരണം കുറച്ചൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പോപ്കോൺ കണ്ട്. അങ്ങനെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് 2 പേർക്കും പോപ്കോൺ ഒക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. പോപ്കോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചെറുതൊന്ന് താഴെ ഇറങ്ങിയത്. പപ്പയുടെ ജീപ്പ് എന്തെന്ന് വെച്ചപ്പോഴത്തേക്കും ചെക്കനങ്ങ് ചൂണ്ടി കാണിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യമായിരുന്നു. അതെന്താന്നുള്ളത് ഇതേ ചാച്ചൻ വിവരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഞാനും ഏതപ്പനും അമ്മയും ബാക്കിൽ നടക്കണം. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇവള് പോവാൻ കേട്ടോ. ഒരു കൊച്ചൊരു ഗ്യാങ്ങായിട്ട് ഒരു പെങ്കൊച്ച ഐശ്വര്യ പ്രായം ഉണ്ടാവുള്ളൂ. അത് ഓടി വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഷെയ്ക്കാണ്ട് തരലും. ഇവള് തിരിഞ്ഞൊരു നോട്ടം, ഇവളുടെ മോന്റെ അങ്ങോട്ട് കണ്ടത് ആ പെങ്കൊച്ച എവിടേക്ക് പോയിട്ടില്ലേ, അതേപോലത്തെ രൂക്ഷമായൊരു നോട്ടം നോക്കി. നീ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. ഞാൻ ഫ്രണ്ടിൽ നടക്കണ എന്റെ ബാക്കില് നിങ്ങളെ കാണുന്നില്ല. അപ്പൊ എവിടെയെന്നുള്ള രീതിയിലാണ് ഞാൻ ഒറ്റയടിക്ക് തിരിഞ്ഞു നോക്കിയത്. ഇത്ര ഉണ്ട് നിന്റെ നോട്ടം. ഒരു പെങ്കൊച്ചു വന്ന് ഷെയ്ക്കാണ്ട് വന്നപ്പോഴേക്കും ഇവള് നോക്കിയത് എങ്ങനെ, ആ കൊച്ചു ദഹിച്ചു പോയനെ. അങ്ങനെ തന്നലമേ ഇങ്ങനെ വേഴ്സ് പോയി. അമ്മയ്ക്ക് വിഷമേ കണ്ടിട്ട് ആ കൊച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൊച്ചിനോടേക്ക് പറയാനുള്ളത്, ഇവളങ്ങനെ നോക്കൂ, ഇവളങ്ങനെയാണ് ഈ തള്ള വളർത്തി വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇവളുടെ കയ്യിൽ ഡോൺ ഇരിക്കാണ്. ആ കൊച്ചിക്ക് ശരിയാണ്. ഇവിടെ നോക്കിയാന്നറിയോ എന്റെ ബാക്കിൽ നോട്ടം കൊച്ചില് എന്റെ ബാക്കിൽ ഞാൻ നിങ്ങളെ കാണുന്നില്ല. ആ രീതിയിലാണ് ഞാൻ നോക്കിയത്. നോട്ടത്തിലുണ്ട് ഒരു പശക്ക് നോട്ടം. അതിനാണ് ആ കൊച്ചു പേടിച്ചു പോയി. ആ കൊച്ചു വീഡിയോ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവളങ്ങനെ പിന്നെ അങ്ങനെയല്ല.